എന്നിട്ട് ഇതിന് മറുപടി വേണം. ഇപ്പൊ ഇവിടെ ഡോക്ടർ സാബ് പറഞ്ഞു കൊടുത്തു. എന്ത് പറഞ്ഞു കൊടുത്തു? അബ്ദുൽ കലാം പറഞ്ഞു, ഡോക്ടർ സാബ് കുഞ്ഞിനോട് പറയണം, കുഞ്ഞിന്റെ ഹൃദയത്തിൽ ദൈവരൂപത്തിൽ ആ ഡോക്ടർ സാബ് കണ്ടത് ഒരു തുള്ളി രക്തമായിരുന്നു. അതാണ് ദൈവത്തിന്റെ ഭാവത്തിൽ അവിടെ വന്നത്. നമ്മൾ ഓരോരുത്തർക്കും ഏതൊരാപത്ത് വരുമ്പോഴും ദൈവം നമ്മൾ ഇവിടെ ഇരിക്കുന്ന കൂട്ടല്ല നമുക്ക് വരുന്നത്. ഏതൊരാപത്ത് വരുമ്പോൾ നമുക്കൊരു താങ്ങായി തണലായി ആരുടെയെങ്കിലും രൂപത്തിൽ അവിടെ നമ്മുടെ മുന്നിൽ വരും ഭഗവാനുണ്ട്. പക്ഷെ ആ ഭഗവാന് നാമമില്ല, രൂപമില്ല, മണമില്ല, ഗന്ധമില്ല, ഒന്നുമില്ല. ഉണ്ടോ? ഏതൊരു പ്രതിസന്ധിയിലാണ് നമ്മൾ വരുന്നെങ്കിൽ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ആ സമയമനുസരിച്ച് നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ ഭഗവാൻ. ശക്തി ഉണ്ട്. ഉണ്ടോ? അതുകൊണ്ട് 1 മണിയായി കുറച്ചൊരു 5 മിനിറ്റും കൂടി ആ അമ്മ മഹാമായ ഭഗവാൻ ഭഗവതി ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം അല്ലേ നമുക്കുള്ളപ്പോൾ നമ്മുടെ ദേശദേവത അല്ലേ ആ അമ്മയെ സംരക്ഷിക്കേണ്ടത് ആരുടെ കടമയാണ്? നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അല്ലേ. ഇവിടെ ഈ നാടിന്റെ ദേശത്തിന്റെ ഐശ്വര്യത്തിനായി, ലോക നന്മയ്ക്കായി ഈ അമ്മ മഹാമായ അല്ലെ അമ്മയുടെ ശക്തിയിലാണ് നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നത് അല്ലെ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒന്ന് അർപ്പിക്കാതെ നമ്മള് ഈ ദേശം വിട്ട് അടുത്ത ദേശങ്ങളിലെല്ലാം പോയി എന്തെല്ലാം കൊടുത്തിട്ട് എന്താ കാര്യം അല്ലെ. ആദ്യം നമ്മുടെ വീട് നന്നാക്കണം അല്ലെ, എന്നിട്ടല്ലേ അടുത്തടുത്തോട്ട് പോകേണ്ടത് അല്ലെ. അപ്പോൾ നമ്മുടെ ഈ ക്ഷേത്രത്തില് ഇത് പറയാനാ ഒന്ന്, നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഇവിടെ ദേവന്മാരെല്ലാം അല്ലെ, ഉപപ്രതിഷ്ഠകളെല്ലാം ഉണ്ട്. അതിനൊരു ആനക്കൊട്ടിൽ എന്തോ പന്തൽ പണിയണം, 1 2 3. പിന്നെ ആനക്കൊട്ടിലിന്റെ പണിയുണ്ട്. നമ്മുടെ ദേശത്തെ ക്ഷേത്രത്തിൽ എത്ര അല്ലെ, ഇവിടെ എത്ര പോസിറ്റീവ് എനർജി ഉണ്ട്. അതാണ് നമ്മുടെ ഓരോരുത്തരുടെ എനർജി അല്ലെ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദേശങ്ങളിലും ദേശാന്തരങ്ങളിലും അവര് ചെയ്യുന്ന കർമ്മ മേഖലകളിലെല്ലാം അവർക്ക് ആ താങ്ങും തണലുമായി അവർക്ക് ഒരു ഊർജം പോലെ ഈ അമ്മ മഹാമായി അവിടെ അവരുടെ കൂടെ കാണും. ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരും വിളിക്കുന്ന വിളിയെല്ലാം അവിടെ അവർക്ക് എല്ലാം കിട്ടും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട് ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഇരിക്കുന്ന ഈ വരാൻ പോകുന്ന മണ്ഡലകാലത്തിന് മുൻപായിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കത്തില്ലേ? ഓരോ അമ്മമാരും അവരവരുടെ മക്കളോട്, മക്കളെ നമ്മുടെ ദേശദേവതയ്ക്കായിട്ട് ഒരു ചെറിയ സംഭാവന ചെയ്യത്തില്ലേ? ആരൊക്കെ ചെയ്യുമെന്ന് കൈപൊക്കിക്കൂ. കൈപൊങ്ങത്തില്ല. ആർക്കൊക്കെ ചെയ്യാൻ പറ്റും? ഇന്ന് തൊട്ട് തുടങ്ങി. ഇന്ന് 7ാം ദിവസം. ഞങ്ങൾ 9 കഴിഞ്ഞ് 10 കഴിഞ്ഞ് 11. ഞങ്ങൾ സാധാരണ നവാഹത്തിന് 9 ദിവസമാണ് പോകാറുള്ളത്. ഇവിടെ ഞങ്ങളോട് ഇവിടുത്തെ ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ പറഞ്ഞു 9 അല്ല, നിങ്ങൾക്ക് പിന്നെയും 2 ദിവസം കൂടെ ഞങ്ങൾ തന്നിട്ടുണ്ട്. 2 ദിവസം കൂടെ ഇവിടെ നിന്നിട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ 10ാം ദിവസത്തിനകം ഇവിടെ ഒരു ലിസ്റ്റ് അവിടെ ആ നമ്മുടെ ക്ഷേത്രം ഓഫീസിൽ അവിടെ പോയിട്ട് അവരവരാൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും. തമാശ പറഞ്ഞതല്ല. നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 10% ഒരു ശതമാനം അമ്മ മഹാദേവിക്കായിട്ട് സംഭാവന ചെയ്യണമെന്ന് എന്റെ ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അമ്മമാരോട് മാത്രമേ ചോദിക്കൂ, അച്ഛന്മാരോട് ചോദിക്കത്തില്ല. എന്താ അറിയോ? അമ്മമാര് പറഞ്ഞാൽ കുഞ്ഞുങ്ങള് തീർച്ചയായിട്ടും തരും. തരുവോ? തരത്തില്ലയോ? തരൂ. അതുകൊണ്ട് ആ ഒരു കാര്യം, ഇതിന് അവരുടെ ബഡ്ജറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ 25 ലക്ഷം രൂപയുടെ ബഡ്ജറ്റ് ഉണ്ട്. മണ്ഡലകാലം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അപ്പോ കഴിവതും എല്ലാവരും ഈ യജ്ഞവേദിയിലോട്ട്, ഇപ്പൊ നമുക്ക് പ്രസാദ ഊട്ടാണ്, പ്രസാദ ഊട്ടിന് വേണ്ടിയിട്ട് അതിനു വേണ്ട ധാന്യങ്ങള്, അരി മുതലായ ധാന്യങ്ങളെല്ലാം അവരവരാൽ കഴിയുന്നതെല്ലാം. ഒരു യജ്ഞം എന്ന് പറയുന്നാൽ ഈ ദേശത്തെ എല്ലാവരും കൂടെ കൂടി വേണം ചെയ്യാൻ. വേണ്ടേ? എല്ലാവരും അതിലൊരു പങ്കാളിയാകണം.
അത് കീർത്തനം കൊണ്ടാണെങ്കിലും ഞങ്ങൾ ഇവിടെ നിന്ന് കീർത്തനം ചെയ്യുന്നുണ്ട്, നിങ്ങൾ ശ്രവണം ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് അന്നദാനാദികളെല്ലാം അവിടെ ആഹാരമെല്ലാം പാകം ചെയ്യാൻ അവിടെ ഒരു ചേട്ടൻ രാവിലെ ഞങ്ങൾ എണ്ണീക്കുന്നതിനെക്കാട്ടി മുമ്പ് വരും. രാവിലെ ഞങ്ങൾ എണ്ണീറ്റ് കുളിച്ചിട്ട് വരുന്നതിനെക്കാട്ടി മുമ്പ് ആ ചേട്ടൻ രാവിലെ വരും. പിന്നെ ഒത്തിരി ഉണ്ട് ഇവിടെ, ഒത്തിരി ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഞങ്ങൾ ഇവിടെ വന്ന തലേ ദിവസം തൊട്ട് ഇവരെ കാണാം. ഇവർക്കൊന്നും വിശ്രമമേ ഇല്ല. ഇങ്ങനെ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്. അവരുടെ കൂടെ ഈ നാട്ടിലെ എല്ലാവരും ചേർന്നിട്ട് വേണം ഇവിടെ ഈ കർമ്മങ്ങളിലൊക്കെ പങ്കുചേരാനും. ഇവിടെ പൂജാതി ദ്രവ്യങ്ങളൊക്കെ അർപ്പിക്കണം. പറകളൊക്കെ അർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറഞ്ഞ താപത്രയങ്ങളിൽ നിന്നും മോചനം കിട്ടുവാനാണ് പറകൾ സമർപ്പിക്കുന്നത്. നെയ്വിളക്ക് സമർപ്പിക്കുന്ന നമ്മുടെ മനഃശാന്തിക്ക് വേണ്ടിയിട്ട്. ഇവിടെ 18 ഗോപുരം മണിദീപ വർണ്ണനം പാരായണം ചെയ്യുമ്പോൾ നെയ്വിളക്കുകൾ എല്ലാവരും നെയ്വിളക്കുകൾ കത്തിക്കത്തില്ലേ? നെയ്വിളക്ക് അത് നാളെ കഴിഞ്ഞ അടുത്ത ദിവസം. അപ്പോ അങ്ങനെ ഈ ക്ഷേത്രത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമോ എന്ന എനിക്ക് വിശ്വാസമുണ്ട്. എല്ലാ അമ്മമാരും അതിനു വേണ്ടിയിട്ട് എല്ലാം ചെയ്യുമെന്നുള്ളത്. പക്ഷെ ഇന്ന് തൊട്ട് ഞാൻ ഓരോ ദിവസവും, നാളെ ഇവിടെ വരുമ്പോൾ ഒരു 10 പേരുടെ പേരുണ്ടെങ്കിൽ ഞാൻ 10 പേരുടെ പേര് ഇവിടെ ഇരുന്ന് പറയും. ഇന്ന വീട്ടിൽ ഇന്ന അമ്മ ഇത്ര 1000 രൂപ ഇല്ല ഇത്ര രൂപ, എത്ര അവരവരാൽ കഴിയുന്നു. ഒത്തിരി ഒന്നും വലിയ ഇവിടെ കോമ്പറ്റീഷൻ ഒന്നുമില്ല. സനാതന ധർമ്മത്തിലെ ഒന്നും ആർക്കും നിർബന്ധമല്ല കേട്ടോ. ആർക്ക് അവരവരാൽ കഴിയുന്നത് അല്ലേ? ഒരു ചാക്ക് സിമെന്റിനുള്ള പൈസയാണേലും മതി, ഇല്ല ഒരു 10 കിലോ കമ്പി മേടിക്കാനുള്ള പൈസയാണേലും മതി, അല്ലേ? ഇല്ല ഇഷ്ടിക മേടിച്ചു കൊടുക്കുക. നമ്മൾ എത്രയോ പൈസ എന്തെല്ലാം കുഴിമന്തി കഴിക്കാൻ എത്ര രൂപ കളയുന്നു, അല്ലേ? കോഴിക്ക് ജീവിച്ചിരിക്കുമ്പോ ഒറ്റ പേരേ ഉള്ളൂ, കോഴി, അല്ലേ? അത് ചത്ത് കഴിഞ്ഞാലാണ് ഇപ്പൊ 1008 പേരാ ഇവിടെ കിടക്കുന്നത്, അല്ലേ? കുഴിമന്തി, ചളിമന്തി, എന്തൊക്കെയാ മന്തിയാ അറിയാൻ വയ്യ. അപ്പോൾ അതെല്ലാം ആവശ്യമില്ലാത്ത ആഹാരത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എത്രയോ പൈസകളാ വെറുതെ കളയുന്നല്ലേ. പക്ഷെ നമ്മൾ 1 രൂപ ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി കൊടുത്താൽ നമ്മൾ കഴിഞ്ഞ് നമ്മുടെ പരമ്പര ഒരു 10 പരമ്പര വരുമ്പോഴും അവരുടെ ആ ചൈതന്യം ഇവിടെ കാണുന്നതാ. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഈ ഒരു കല്ല് പിടിയിരിപ്പുണ്ട്, അല്ലേ? അതെന്നും കാണും. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പോയാലും, അല്ലെ, 100 വർഷം മുമ്പുണ്ടായിരുന്ന ആരും ഇപ്പോഴില്ല. ഇപ്പൊ ഉള്ള നമ്മളാരും 100 വർഷം കഴിഞ്ഞിട്ട് കാണത്തുമില്ല. ഉണ്ടോ? ഇപ്പോഴെല്ലാം 100 പോയി. പറയുന്നുണ്ട് കലികാലത്തിന്റെ അവസാനത്തിൽ മനുഷ്യനൊക്കെ തുമ്പപ്പൂ പറിക്കാൻ ഏണി വെച്ച് കയറേണ്ടി വരും. അത്രയ്ക്കും ചെറിയ മനുഷ്യരായി. അതുകൊണ്ട് സമയം 1:05 അങ്ങോട്ട് പോകുമ്പോൾ ഒരു 10-15 മക്കളായിട്ടുള്ള പ്രായം കുറഞ്ഞുള്ള മക്കളൊക്കെ ഓരോ കസേരയൊക്കെ പിടിച്ച് പോകുമ്പോ ഞാൻ കസേര പിടിച്ചോണ്ട് പോയാൽ മതി കേട്ടോ. പ്രായമുള്ള അമ്മമാരെ കൊണ്ടൊന്നും കസേര എടുപ്പിക്കില്ല കേട്ടോ. എപ്പോഴും മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യദേവോഭവ, അതിഥി ദേവോഭവ. എപ്പോഴും മുതിർന്നവരെ ബഹുമാനിക്കണം. അമ്മമാരെ കൊണ്ടൊന്നും അങ്ങനെ എടുപ്പിക്കില്ല. മക്കൾ വേണം ആദ്യം എടുത്തോണ്ട് പോകാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രഭാഷണം അമ്മയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. എന്നിൽ നിന്നും എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ 32 പല്ലിന്റെ ഇടയ്ക്ക് ഒരു നാവാണ്. എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി പുള്ളി മാറി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിന് ദുഃഖമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്റെ തെറ്റാണെന്നും, എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം അമ്മ മഹാമായയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും മന്ത്രങ്ങളൊക്കെ ചൊല്ലണം. എപ്പോഴും ഉറക്കെ മന്ത്രം ചൊല്ലണം കേട്ടോ, എന്നാലേ ആ പുണ്യമാവത്തുള്ളൂ. ഓം കായേന വാചാ മനസേന്ദ്രൈവ ബുദ്ധ്യാത്മനാ ഭാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. കരചരണകൃതം വാകായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതൽക്ഷമസ്വ. ശിവ ശിവ കരുണാർത്ഥേ ശ്രീ മഹാദേവ ശംഭോ.
ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീമഹീശ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. സമസ്ത ലോകാ സുഖിനോ ഭവന്തു. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.